ഹലോ ചെങ്ങന്മാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം രാഗി. ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ കണ്ണൂരാണ്. കണ്ണൂർ BMP സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വൈകുന്നേരം ആയതുകൊണ്ടാവണം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് വരുന്നത് സെൻറ് തെരേസ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലുള്ള റോഡാണ്. ആ റോഡിൻ്റെ സൈഡിലായിട്ട് റോഡ് ഇപ്പോൾ മൊത്തം ബ്ലോക്ക് ചെയ്ത അവസ്ഥയിലുള്ളത്. ഇതിപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് 1 മാസമായി കേട്ടോ. ഇവിടെ ഒരു പാലത്തിന് മുകളിലാണ് ഈ ഒരു സംഭവം കാണുന്നത്. പാലത്തിന് മുകളിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ക്രാക്ക് വീഴുകയും ആ റോഡ് അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 1 മാസം കഴിഞ്ഞിട്ട് ഈ റോഡ് അതേ അവസ്ഥയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് കൃത്യമായി കാണാം, ആ റോഡ് ക്രാക്ക് വീണ അടിയിൽ പാലം വരെ വെള്ളം വരെ നമ്മളവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ റോഡ് ഇനി ശരിയാക്കാത്തത്? ആർമി സ്കൂളും അതുപോലെ തന്നെ പിന്നെ മിലിറ്ററി ഏരിയ ആയിട്ടും അതുപോലെ തന്നെ കണ്ടോൺമെൻറ്റ് ഏരിയ ആണ്. വലിയ വലിയ സ്കൂൾ സെൻറ് തെരേസസ്, സെൻറ്റ് പീറ്റേഴ്സ്, അതുപോലെ ഒരുപാട് സ്കൂളുകൾക്കുള്ള ഏരിയ ആയിട്ടും കൂടി എന്തുകൊണ്ടാണ് അധികാരികൾ ഈ റോഡ് ശരിയാക്കാത്തത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് വളരെ മോശമായിപ്പോയി. ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിപ്പോൾ ആരാ ശരിയാക്കേണ്ടത്? കണ്ണൂർ മുനിസിപ്പാലിറ്റിയാണോ, PWDയുടെ ആൾക്കാരാണോ? ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആര് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഈ റോഡൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം. എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു.